അങ്കണവാടികളിലെ പോഷകാഹാര വിതരണം പ്രതിസന്ധിയിൽ. കുരുന്നുകളുടെ അവകാശവും സർക്കാരിന്റെ നിസ്സംഗതയും. യാഥാർത്ഥ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സർക്കാർ നയങ്ങൾ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും കരകയറാനാകാതെ ജീവനക്കാർ നട്ടം തിരിയുന്നു. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് കുരുന്നുകളുടെ ശാരീരിക മാനസിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ് അങ്കണവാടികൾ. അവിടെ എത്തുന്ന കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള പോഷകാഹാരം ഉറപ്പാക്കുക എന്നത് ഒരു ജനക്ഷേമ സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്വമാണ്. എന്നാൽ നിലവിൽ അങ്കണവാടികളിലെ പാൽ, മുട്ട വിതരണം നേരിടുന്ന കടുത്ത പ്രതിസന്ധി ഈ സംവിധാനത്തിന്റെ അടിത്തറ ഇളക്കുന്നതാണ്. വിപണിയിലെ കടുത്ത വിലക്കയറ്റവും യാഥാർത്ഥ്യബോധമില്ലാത്ത സർക്കാർ നയങ്ങളും ചേർന്ന് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. അങ്കണവാടികളിൽ 1 ലിറ്റർ പാലിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക വെറും 60 രൂപയാണ്. എന്നാൽ പൊതുവിപണിയിൽ മിൽമയടക്കമുള്ള പ്രമുഖ ബ്രാൻഡുകൾ പാലിന്റെ വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഈ കുറഞ്ഞ തുകയ്ക്ക് പാൽ എത്തിക്കുക എന്നത് പ്രായോഗികമായി അസാധ്യമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഗതാഗത ചെലവ് ക്രമാതീതമായി ഉയർന്ന ഗ്രാമീണ മേഖലകളിൽ 1 ലിറ്റർ പാലിന് 65 മുതൽ 70 രൂപ വരെയാണ് ചെലവ് വരുന്നത്. നിലവിലെ സർക്കാർ നിരക്കിൽ വിതരണം നടത്തുന്നത് വലിയ നഷ്ടത്തിന് കാരണമാകുമെന്ന് ക്ഷീരസംഘങ്ങളും പ്രാദേശിക വ്യാപാരികളും വ്യക്തമാക്കുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് പല ജില്ലകളിലും അങ്കണവാടികളിലേക്ക് പാൽ വിതരണം ചെയ്യാനുള്ള ടെൻഡർ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. സർക്കാരിന്റെ കടുംപിടുത്തവും ബജറ്റ് പുനഃക്രമീകരിക്കുന്നതിലെ കാലതാമസവും നേരിട്ട് ബാധിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ഒരു വിഭാഗത്തെയാണ്. വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് ലഭിക്കേണ്ട കൃത്യമായ പോഷകാഹാരം മുടങ്ങുന്നത് അവരുടെ പ്രതിരോധശേഷിയെയും വളർച്ചയെയും ദോഷകരമായി ബാധിക്കും. അതിലും കഷ്ടം, ഈ പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിക്കാൻ അങ്കണവാടി ജീവനക്കാർ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കേണ്ടി വരുന്നു എന്നതാണ്. തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഈ ജീവനക്കാരെ വീണ്ടും സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടുന്നത് അങ്ങേയറ്റം അനീതിയാണ്. പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സർക്കാർ അടിയന്തരമായി താഴെ പറയുന്ന നടപടികൾ കൈക്കൊള്ളണമെന്നാണ് വിവിധ തലങ്ങളിൽ നിന്നും അഭിപ്രായമുയരുന്നത്. നിരക്കുകൾ അടിയന്തരമായി പുതുക്കുക. നിലവിലെ വിപണി വിലയും ഗതാഗത ചെലവും കണക്കിലെടുത്ത് പാലിന്റെയും മുട്ടയുടെയും തുക കാലോചിതമായി വർദ്ധിപ്പിക്കുക. തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം. ത്രിതല പഞ്ചായത്തുകളുടെ തനത് ഫണ്ടിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നും അങ്കണവാടികളിലെ പോഷകാഹാര വിതരണത്തിന് അധിക സബ്സിഡി അനുവദിക്കുക. മിൽമയുമായി നേരിട്ടുള്ള സഹകരണം. ക്ഷീരവികസന വകുപ്പും മിൽമയുമായി ചേർന്ന് അങ്കണവാടികൾക്കായി പ്രത്യേക നിരക്കിൽ പാൽ ലഭ്യമാക്കാനുള്ള സബ്സിഡി പദ്ധതികൾ ആവിഷ്കരിക്കുക. വിൽപ്പനക്കാർക്കുള്ള പ്രോത്സാഹനം. ഗ്രാമീണ മലയോര മേഖലകളിലെ കർഷക കൂട്ടായ്മകൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും വിതരണ ചുമതല നൽകി അവർക്ക് കൃത്യമായ ഗതാഗത അലവൻസ് ഉറപ്പാക്കുക. കുട്ടികളുടെ ആരോഗ്യം എന്നത് ഒരു സംസ്ഥാനത്തിന്റെ നാളത്തെ കരുത്താണ്. സാമ്പത്തിക പ്രതിസന്ധികളുടെ പേരിൽ അങ്കണവാടികളിലെ പോഷകാഹാര പദ്ധതികൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രഹസനപരമായ ചർച്ചകൾക്കപ്പുറം പ്രായോഗികവും സമയബന്ധിതവുമായ ഇടപെടലുകൾ നടത്തി പാലിന്റെ നിരക്ക് പുതുക്കി നിശ്ചയിക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകേണ്ടതുണ്ട്.